സീനിയർ സംഭാഷണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. രണ്ടു പേരാണ് ഈ സംഭാഷണത്തിന് ആവശ്യമുള്ളത്. കളവു കലരാതിരിക്കാൻ സ്വന്തം പേര് ഉപയോഗിക്കുമല്ലോ. ശുദ്ധ മലയാളത്തിലാണ് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളതെങ്കിലും അതാതു നാട്ടിലെ സ്ലാഗും ഉപയോഗിക്കാം. എന്തായാലും സംഭാഷണ ശൈലി സ്വായത്തമാക്കിയാൽ കൂടുതൽ ഹൃദ്യമാവും. ഷാമിൽ: ഗുഡ് മോർണിംഗ്. നവാസ്: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഷാമിൽ: വഅലൈക്കുമുസ്സലാം. നവാസ്: ഷാമിലെ, സത്യവിശ്വാസികൾ തമ്മിൽ കണ്ടുമുട്ടിയാൽ സലാം പറഞ്ഞാണ് മിണ്ടിത്തുടങ്ങേണ്ടത്. ഷാമിൽ: ഇൻഷാ അല്ലാഹ്, ഇനി അങ്ങനെയാവാം. അല്ല നവാസേ, നിൻ്റെ ഉപ്പ ഗൾഫിലല്ലേ, ഒരു ഐഫോൺ കൊടുത്തയക്കാൻ പറഞ്ഞൂടെ? ഈ ആൻഡ്രോയിഡ് ഫോൺ കൊണ്ട് നടക്കുന്നത് നിനക്ക് മാനക്കേടല്ലേ? നവാസ്: നമ്മുടെ ജീവിതം മറ്റുള്ളവരെ കാണിക്കാനാവരുത്. അത്യാവശ്യങ്ങൾ നടക്കാൻ ഈ ഫോൺ തന്നെ ധാരാളം. അമിതമായി ചിലവഴിക്കുന്നവർ പിശാചിൻ്റെ സഹോദരങ്ങളാണ് എന്നാണ് ഖുർആനിൻ്റെ പ്രഖ്യാപനം. ഷാമിൽ: എനിക്കൊരു ഗിയർ സൈക്കിൾ വേണമെന്ന് വാശി പിടിച്ചിട്ടും ഉപ്പ വാങ്ങിത്തരുന്നില്ലടാ. എൻ്റെ എല്ലാ കൂട്ടുകാർക്കുമുണ്ട്, എനിക്ക് മാത്രമല്ലേ ഇല്ലാത്തത്. നവാസ്: ഷാമിലെ, നമ്മുടെ മാതാപിതാക്കളുടെ കഴിവിനനുസരിച്ച് അവരോട് ആവശ്യപ്പെടാവൂ. ചോദിക്കാം, വാശി പിടിക്കരുത്. കഴിയുമെങ്കിൽ കണ്ടറിഞ്ഞു വാങ്ങിത്തരുന്നതുവരെ കാത്തിരിക്കുന്നതിലാണ് ത്രില്ല്. മറ്റുള്ളവർക്ക് ഒപ്പിക്കാതെ നമ്മൾ നമ്മളായി ജീവിക്കുക. ഷാമിൽ: വേണ്ടായിരുന്നു. എൻ്റെ പാവം ഉപ്പയെ ബുദ്ധിമുട്ടിച്ചതിൽ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുന്നു. ഞാനെന്താ ഇങ്ങനെ? ഉപ്പയോട് സോറി പറയണം. നവാസ്: ടെൻഷൻ അടിക്കാതടാ. കുറ്റബോധം വന്നല്ലോ, അത് തന്നെ നല്ല ലക്ഷണമാണ്. നീ വിനയമുള്ളവനാണ്. അല്ലെങ്കിൽ തന്നെ ആഗ്രഹങ്ങൾ ആർക്കാണ് ഇല്ലാത്തത്? പക്ഷേ എല്ലാം നടക്കണമെന്ന വാശി നാശത്തിൻ്റെ തുടക്കമാണ്. ഷാമിൽ: നവാസേ, നീ എൻ്റെ കണ്ണു തുറപ്പിച്ചു. നീയാണെൻ്റെ യഥാർത്ഥ കൂട്ടുകാരൻ. നവാസ്: നല്ല കൂട്ടുകെട്ട് നന്മയിലേക്ക് നയിക്കും, ചീത്ത കൂട്ടുകെട്ട് തിന്മയിലേക്കും. നിനക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം. എൻ്റെ നമ്പർ അറിയില്ലേ? ഷാമിൽ: അറിയാം, തീർച്ചയായും വിളിക്കും. ജസാക്കല്ലാഹു ഖൈറാ. നവാസ്: എങ്കിൽ നമുക്ക് തൽക്കാലം പിരിയാം അല്ലേ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഷാമിൽ: വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തത് ജൂനിയർ സംഭാഷണം. പ്രധാനമായും ചെറിയ കുട്ടികളെ ഉദ്ദേശിച്ചാണ് ഈ സംഭാഷണം. ഉസ്താദുമാർ അവരെ നന്നായി പരിശീലിപ്പിക്കുമല്ലോ. ഇതിൽ ഉപയോഗിക്കപ്പെട്ട പേരുകൾ സാങ്കല്പികം മാത്രമാണ്. അപ്പോൾ തുടങ്ങാം അല്ലേ? മുനീർ: അസ്സലാമു അലൈക്കും. ഷമീർ: വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുനീർ: ഷമീറെ, ഭക്ഷണം കഴിക്കുമ്പോൾ നീ എന്താണ് ചൊല്ലാറുള്ളത്? ഷമീർ: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന്. കഴിച്ചു കഴിഞ്ഞാൽ നീ എന്താണ് ചൊല്ലാറുള്ളത്? മുനീർ: അൽഹംദുലില്ലാഹ് എന്നാണ് ഞാൻ ചൊല്ലാറുള്ളത്. ഷമീർ: വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഏതു കാലാണ് നീ ആദ്യം വെക്കാറുള്ളത്? മുനീർ: ഞാൻ വലതുകാലാണ് വെക്കാറുള്ളത്. നല്ല കാര്യത്തിനല്ലേ ഇറങ്ങുന്നത്? ആട്ടെ, നീ ഏത് കാലാണ് ആദ്യം വെക്കാറുള്ളത്? ഷമീർ: അല്ലടാ, ഇടതുകാലാണ് ആദ്യം വെക്കേണ്ടത്. വീട്ടിൽ കയറുമ്പോൾ ആദ്യം വലതുകാൽ വെക്കണം. മുനീർ: അപ്പോൾ പള്ളിയിൽ കയറുമ്പോഴോ? ഷമീർ: കയറുമ്പോൾ വലതും ഇറങ്ങുമ്പോൾ ഇടതും. മുനീർ: ഓഹോ, ഓക്കെ. എന്നാൽ ടോയ്ലറ്റിൻ്റെ കാര്യം കൂടി ഒന്ന് പറഞ്ഞുതാ. ഷമീർ: ടോയ്ലറ്റിൽ കടക്കുമ്പോൾ ഇടതുകാലും പുറത്തിറങ്ങുമ്പോൾ വലതുകാലുമാണ് വെക്കേണ്ടത്. മുനീർ: എനിക്ക് പല നല്ല അറിവുകളും പഠിപ്പിച്ചു തന്ന നിനക്ക് അള്ളാഹു പ്രതിഫലം തരട്ടെ. ആമീൻ. ഷമീർ: ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്നാൽ ശരി, പിന്നെ കാണാം അല്ലേ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. മുനീർ: വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.